ബഹുമാനപ്പെട്ടവരെ, സംഗമം ആപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു മെമ്പറുടെ ലോൺ അപേക്ഷ തയ്യാറാക്കുന്ന വിധമാണ്. അതിന് ആ മെമ്പറുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ കാണുന്ന ഐക്കണുകളിൽ റിക്വസ്റ്റ് എന്ന ഐക്കൺ ഇവിടെ കാണും. എന്നിട്ട് നമ്മൾ ആ റിക്വസ്റ്റ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമിലേക്ക് എത്തും. ഇവിടെ 3 ടാബ് ഉണ്ടാവും: ലോണ്, വിഡ്രോവൽ, പ്രീവിയസ് റിക്വസ്റ്റ് എന്ന് തുടങ്ങിയിട്ടുള്ള 3 ടാബുകൾ നമുക്ക് കാണാം. ഇവിടെ പ്രീവിയസ് റിക്വസ്റ്റിൽ മുമ്പ് അവർ അപേക്ഷിച്ച അപേക്ഷയുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ചെറിയതോതിൽ കാണാൻ കഴിയും. പിന്നെ വിഡ്രോവൽ എന്നുള്ളത് വിഡ്രോവൽ റിക്വസ്റ്റിനാണ്. തൊട്ടിപ്പുറത്ത് ലോൺ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് ലോൺ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് സംഖ്യയാണ്. എമൗണ്ട് എന്നുള്ളിടത്ത് അവരാവശ്യപ്പെടുന്ന സംഖ്യ എത്രയാണോ ആ എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ലോൺ ടൈപ്പാണ്. അവിടെ ചൂസ് ലോൺ ടൈപ്പ് എന്നടിക്കും. നോർമൽ, സ്പെഷ്യൽ ലോൺ എന്ന് കാണിക്കും. അതിൽ നോർമൽ സെലക്ട് ചെയ്തു. പിന്നെ ചൂസ് ലോൺ പീരീഡ് എന്ന് വെച്ചാൽ ലോൺ തിരിച്ചടയ്ക്കാനുള്ള കാലാവധിയാണ്. ഓരോന്നിനും ഓരോ കാലാവധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവും. നിശ്ചിത കാലാവധി എത്രയാണോ എന്ന് വെച്ചാൽ ആ കാലാവധി സെലക്ട് ചെയ്യാം. ഇവിടെ 20 മാസമാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ലോൺ റിക്വയർഡ് ഡേറ്റ്, അത് എന്നാണോ അവർക്ക് വേണ്ട ഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കലണ്ടർ കാണിക്കും. എന്തെന്നാലും കറണ്ട് ഡേറ്റ് എന്നത്തെ തീയതി സെലക്ട് ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത ദിവസങ്ങളിലെ ഏതെങ്കിലും തീയതിയെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യാണ്. അടുത്ത 4-ാം തീയതി നമ്മളിവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ലോൺ പർപ്പസാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലോൺ പർപ്പസിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ കാണും. കുറേ ഐറ്റംസുകൾ. അതിലേതെങ്കിലും ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഹൗസിംഗ് ലോണ്, ബിസിനസ് ലോണ്, കാർ ലോണ്, പേഴ്സണൽ ലോണ്, ഹൗസ് റിപ്പയർ, അഗ്രികൾച്ചർ, ഡെപ്റ്റ് ക്ലിയറിംഗ് ബാങ്ക്, ഹോസ്പിറ്റൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ കാണിക്കും. അതിലേതാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. പേഴ്സണൽ ലോണാണ്. നെക്സ്റ്റ് ഷ്യൂരിറ്റിയാണ്. ജാമ്യക്കാരായിട്ട് ആരാണോ നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അവരെ നമ്മളിവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ലോൺ അപേക്ഷ ടീം ലീഡർ